ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഇടുക്കി അരമനപ്പാറ എസ്റ്റേറ്റിൽ നവജാത ശിശുവിന്റെ ശരീരഭാഗം ലഭിച്ച സംഭവം കൊലപാതകം. കൊലപ്പെടുത്തിയത് അമ്മയായ ജാർഖണ്ഡ് സ്വദേശി പൂനം സോറൻ എന്ന് പോലീസ്. കുട്ടിയെ പ്രസവിച്ച ഉടനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് പൂനത്തിന്റെ മൊഴി. മ്യാൻമറിലും തായ്ലൻഡിലും ഉണ്ടായ ഭൂചലനത്തിൽ 149 മരണം സ്ഥിരീകരിച്ചു. മ്യാൻമറിലെ സ്ഥിതി അതീവ ഗുരുതരം. മാൻഡല നഗരം തകർന്നടിഞ്ഞു. 6 പ്രവിശ്യകളിൽ ദുരന്തകാല അടിയന്തരാവസ്ഥ. രാജ്യാന്തര സമൂഹത്തോട് സഹായം അഭ്യർത്ഥിച്ച് മ്യാൻമർ. തായ്ലൻഡിൽ കെട്ടിടം തകർന്ന് 100-ലധികം പേരെ കാണാതായി. ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി. EMR എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണമില്ല. മാത്യു കുഴനാടന്റെയും ഗിരീഷ് ബാബുവിന്റെയും ഹർജികൾ തള്ളി ഹൈക്കോടതി. വീണ വിജയനും മുഖ്യമന്ത്രി അടക്കം നേതാക്കൾക്കുമെതിരെ അന്വേഷണമില്ല. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവ് ശരിവെച്ച് ഹൈക്കോടതി. പിണറായി വിജയനെയും മകളെയും വെള്ളപൂശുന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണമെന്ന് ഷോൺ ജോർജ്. വിധി UDF-ന് തിരിച്ചടിയല്ലെന്ന് VD സതീശൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഘടിപ്പിക്കാൻ ആശാമാർ. 50-ാം ദിവസമായ തിങ്കളാഴ്ച മുടി മുറിച്ച് പ്രതിഷേധിക്കും. സമരമിരിക്കുന്ന പല പ്രവർത്തകർക്കും ഫെബ്രുവരി മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് S മിനി. സർക്കാരിൻ്റേത് പ്രതികാര നടപടിയെന്നും സമരക്കാർ. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം സമർപ്പിക്കുന്നത് പ്രതികൾ അറസ്റ്റിലായി 45-ാം ദിവസം. പ്രതികൾ നടത്തിയത് അതിക്രൂരമായ റാഗിംഗ്. വേദന കൊണ്ട് പുളയുന്നത് കണ്ട് ആനന്ദിച്ചെന്നും കുറ്റപത്രത്തിൽ. റാഗിംഗ് തുടർന്നത് 4 മാസത്തോളം. കേസിൽ ജയിലിലുള്ളത് 5 പ്രതികൾ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് സ്ഥലം മാറ്റം. അലഹാബാദിലേക്ക് മാറ്റാനുള്ള കൊളീജിയത്തിന്റെ ശുപാർശ അംഗീകരിച്ച കേന്ദ്ര സർക്കാർ. യശ്വന്ത് വർമ്മയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശം. നടപടി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് രേഖകളില്ലാത്ത പണം കണ്ടെത്തിയ കേസ്. PK ശ്രീമതിയോടുള്ള ഖേദപ്രകടനം തന്റെ ഔദാര്യമെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. ഖേദം പ്രകടിപ്പിച്ചത് ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോൾ. സ്ത്രീയുടെ കണ്ണീരിന് രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്നും ഗോപാലകൃഷ്ണൻ. കോഴിക്കോട് താമരശ്ശേരിയിൽ ജീവനൊടുക്കിയ അധ്യാപികയ്ക്ക് നിയമന നടപടി അംഗീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. അലീന ജീവനൊടുക്കിയത് ശമ്പളമില്ലാതെ 5 വർഷം ജോലി ചെയ്യേണ്ടി വന്നതിനെ തുടർന്ന് 9 മാസത്തെ ശമ്പളാനുകൂല്യങ്ങൾ കുടുംബത്തിന് ലഭിക്കും. തിരുവനന്തപുരത്ത് ലഹരി സംഘത്തെ തടയാനെത്തിയ SIക്ക് കുത്തേറ്റു. പൂജപ്പുര SIയെ ആക്രമിച്ചത് ഗുണ്ടാ നേതാവ്. പ്രതിക്കായി അന്വേഷണം ഊർജിതം. കൊച്ചിയിൽ മദ്യലഹരിയിൽ പോലീസിനെ കയ്യേറ്റം ചെയ്ത യുവതി. തൃശൂർ വെള്ളികുളങ്ങര ജനവാസ മേഖലയിൽ കാട്ടാന. കൃഷിയിടത്തിലിറങ്ങിയ ആനയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പരാതി. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തൃശൂർ പൂരം വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലെന്ന് പാറമേക്കാവ് ദേവസ്വം. കേന്ദ്ര ഭേദഗതി നടപ്പാക്കിയാൽ വെടിക്കെട്ട് നടത്താൻ സാധിക്കില്ലെന്ന് ദേവസ്വം സെക്രട്ടറി G രാജേഷ്. കേന്ദ്രമന്ത്രിക്ക് അപേക്ഷ നൽകിയെങ്കിലും അനുമതി വൈകുന്നതിൽ ആശങ്ക. കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിന്റെ സന്ദർശനത്തിന് പിന്നാലെ ക്ഷേത്രം ഗംഗാജലം ഉപയോഗിച്ച് അടിച്ചു കഴുകി. വിവേചനം ബീഹാറിലെ സഹർസയിലെ ദുർഗാക്ഷേത്രത്തിൽ. കനയ്യ ക്ഷേത്രത്തിലെത്തിയത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെ. BJP ഇതര പാർട്ടി പ്രവർത്തകർക്ക് തൊട്ടുകൂടായ്മയുണ്ടോ എന്ന് കോൺഗ്രസ്. സംഭവം കനയ്യയുടെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പെന്ന് BJP. എമ്പുരാൻ സിനിമയ്ക്കെതിരെ BJP ഒരു ക്യാമ്പയിനും തുടങ്ങിയിട്ടില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധീർ. ഒരു സിനിമയും പാർട്ടിയെ ബാധിക്കില്ല. സിനിമയുടെ വഴിക്കും രാഷ്ട്രീയം അതിന്റെ വഴിക്കും പോകും. സിനിമയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പാർട്ടിയുടേതല്ല, വ്യക്തിപരമാണെന്നും സുധീർ.